മന്ത്രിസഭാ യോഗം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി WCCയുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. മന്ത്രിസഭാ യോഗം പൂർത്തിയായിരിക്കുകയാണ്. തിരുവനന്തപുരത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നിർണായകമായ മന്ത്രിസഭാ യോഗമായിരുന്നു. പ്രത്യേകിച്ചും ADGP RSS കൂടിക്കാഴ്ച സംബന്ധിച്ച വിവാദമൊക്കെ വളരെ സജീവമായി നിൽക്കുന്നതിനിടയിലാണ് മന്ത്രിസഭാ യോഗം ചേർന്നത്. മന്ത്രിമാർ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ കാണാം. WCC അംഗങ്ങൾ മുഖ്യമന്ത്രിയുമായി ഉടൻ കൂടിക്കാഴ്ച നടത്തും. മന്ത്രിസഭാ യോഗത്തിന് ശേഷം WCCയുമായുള്ള കൂടിക്കാഴ്ചയാണ് നടക്കാൻ പോകുന്നത്. മന്ത്രിസഭാ യോഗം കഴിഞ്ഞുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മന്ത്രിമാരൊക്കെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ WCCയുടെ പ്രതിനിധികളുമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തുടർ നടപടികൾ സംബന്ധിച്ച ചർച്ചയാണ് അവിടെ നടക്കാൻ പോകുന്നത്. റോഷിപാൽ നമുക്കൊപ്പം ഉടൻ ചേരും. മന്ത്രിസഭാ യോഗത്തിന് ശേഷം WCCയുമായുള്ള കൂടിക്കാഴ്ച, അതിൻ്റെ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കേണ്ടത്. ADGP RSS കൂടിക്കാഴ്ച അതിപ്പോൾ സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രതിസന്ധിയുടെ വിവരങ്ങളാണ്, എങ്ങനെയാണത് പരിഹരിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പോൾ ശ്രീജിത്ത്, മന്ത്രിസഭാ യോഗം കഴിഞ്ഞതിന് ശേഷം മന്ത്രിമാരോടൊക്കെ വിവരങ്ങൾ ചോദിച്ചറിയുകയാണ്. ആ വിവരങ്ങൾ ഉടൻ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീജിത്തിനെ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം. തിരിഞ്ഞു നിന്ന് മന്ത്രിമാരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീജിത്ത്. മന്ത്രിസഭാ യോഗം കഴിഞ്ഞിരിക്കുന്നു. ADGP RSS കൂടിക്കാഴ്ച അത് സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അവധി റദ്ദാക്കി MR അജിത് കുമാർ തിരിച്ചെത്തിയിട്ടുമുണ്ട്. ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്താണ്? MR അജിത് കുമാറിന്റെ സ്ഥാനചലനമാണോ സംഭവിക്കാൻ പോകുന്നത്? MR അജിത് കുമാർ അടക്കമുള്ള ADGPമാരുടെ ഒരു കൂട്ട ട്രാൻസ്ഫർ അല്ലെങ്കിൽ കൂട്ട സ്ഥലം മാറ്റ ഉത്തരവ് അല്ലെങ്കിൽ സ്ഥാനമാറ്റ ഉത്തരവാണോ ഇന്ന് ആലോചിച്ചുറപ്പിച്ചെടുത്തിരിക്കുന്ന തീരുമാനം? അതൊരു പൊതു സ്ഥലമാറ്റം എന്ന രീതിയിലായിരിക്കുമോ വരിക? പൊതു സ്ഥാനമാറ്റം എന്ന നിലയിലായിരിക്കുമോ വരിക എന്നതാണ് അറിയേണ്ടത്. ഇന്നലെ നമ്മൾ കണ്ടു DYSPയുടെയും SP-യുടെയും ഒക്കെ എങ്ങനെയാണ് അവരുടെ സ്ഥാനമാറ്റങ്ങൾ സംഭവിച്ചതെന്ന്. അതുപോലെ ഒരു കൂട്ടായ ഉത്തരവായിരിക്കുമോ അതോ MR അജിത് കുമാറിനെതിരായ നടപടി എന്ന രീതിയിൽ വരുമോ എന്നതാണ് അറിയേണ്ടത്. നിർണായകമായ മന്ത്രിസഭാ യോഗമാണ് തിരുവനന്തപുരത്ത് പൂർത്തിയായിരിക്കുന്നത്. ശ്രീജിത്ത് മന്ത്രിമാരോട് ഈ വിവാദങ്ങൾ ചർച്ചയായോ എന്നതിലടക്കം വിവരങ്ങൾ ശേഖരിക്കുകയാണ്. അതിനുശേഷം ശ്രീജിത്തിലേക്ക് നമുക്ക് തിരികെ എത്താം. നിർണായകമായ മന്ത്രിസഭാ യോഗമാണ് തിരുവനന്തപുരത്ത് പൂർത്തിയായിരിക്കുന്നത്. LDF യോഗവും ഇന്ന് ചേരുന്നുണ്ട്. പ്രത്യേകിച്ചും CPIയുടെ മന്ത്രിമാരടക്കം വലിയ പ്രതിഷേധത്തിലാണ്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ കാര്യങ്ങൾ പറഞ്ഞ ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ MR അജിത് കുമാറിനെ ഇനിയും സംരക്ഷിച്ചു നിർത്താൻ മുഖ്യമന്ത്രിക്ക് ഒറ്റയ്ക്ക് കഴിയുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പ്രത്യേകിച്ചും RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അത് പൊതുസമൂഹത്തിലും വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം പ്രതിപക്ഷ നേതാവ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി ഇന്നും രംഗത്ത് വന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ ആരോപണം അത് സർക്കാരിനെ തന്നെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. CPIM RSS ബന്ധം എന്താണ് എന്ന് വിശദീകരിക്കേണ്ട ഒരു ബാധ്യതയിലേക്ക് മുഖ്യമന്ത്രി വന്നിരിക്കുകയാണ്. അതിന് വഴിവെച്ചത് MR അജിത് കുമാർ എന്ന ക്രമസമാധാന ചുമതലയുള്ള ADGP RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ്. അജിത് കുമാറിനെ പൂർണ്ണമായും കൈവിട്ട് പാർട്ടിക്കും സർക്കാരിനും ഇതിൽ ഒരു ബന്ധവുമില്ല എന്ന് വരുത്തുകയാണ് മുഖ്യമന്ത്രിക്ക് മുന്നിലുള്ള പോംവഴി. അതിന് അദ്ദേഹം തയ്യാറാകുമോ? മന്ത്രിസഭാ യോഗത്തിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? അതാണ് അറിയേണ്ടത്. RSS കൂടിക്കാഴ്ച നടന്നുവെന്ന് സ്ഥിരീകരിക്കുന്നതിന് തുല്യമാകും അജിത് കുമാറിനെ മാറ്റിയാൽ. പക്ഷേ ഇത് ഇത്രയും വിവാദമായ സ്ഥിതിക്ക് മാറ്റാതിരിക്കാനും കഴിയില്ല. അങ്ങനെയുള്ള ഒരു വിഷമവൃത്തത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഈ വിവാദത്തിൽ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ആ തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് അറിയേണ്ടത്. നിർണായകമായ മന്ത്രിസഭാ യോഗം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. മന്ത്രിമാരൊക്കെ അവിടെ നിന്ന് മടങ്ങുകയാണ്. MR അജിത് കുമാറിന്റെ സ്ഥാനചലനം അത് തീരുമാനിച്ചാണോ മന്ത്രിസഭാ യോഗം പിരിഞ്ഞത് എന്നത് മാത്രമാണ് ഇനി അറിയേണ്ടത്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും ഇതുതന്നെയാണ്. ADGP RSS കൂടിക്കാഴ്ച 2023 സംഭവിച്ചതാണ്. 2023 മെയ് മാസത്തിൽ സംഭവിച്ച ആ കൂടിക്കാഴ്ച അത് 16 മാസത്തിനിപ്പുറം വലിയ വിവാദമായി മാറുകയാണ്. മാത്രമല്ല അതിനുശേഷവും റാംമാധവുമായി തിരുവനന്തപുരത്തും ADGP MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. പ്രതിപക്ഷം അത് വലിയ ആരോപണമാക്കി മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലെ പരിപാടിയിലാണ്. സെക്രട്ടേറിയറ്റിൽ ഇന്ന് വിളവെടുപ്പ് ഉത്സവമാണ്. ഒരു മുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായുള്ള വിളവെടുപ്പാണ് നടക്കുന്നത്. ഇപ്പുറത്തെ പ്രതിപക്ഷം ഈ വിവാദത്തിൽ രാഷ്ട്രീയ വിളവെടുപ്പ് നടത്തുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. മന്ത്രിസഭാ യോഗവും കഴിഞ്ഞിരിക്കുന്നു. മന്ത്രിമാരൊക്കെ ഒപ്പമുണ്ട്. റോഷിപാൽ നമുക്കൊപ്പമുണ്ട്. റോഷിപാൽ, നിർണായകമായ മന്ത്രിസഭാ യോഗമാണ് പൂർത്തിയായിരിക്കുന്നത്. അതിനുള്ളിൽ സംഭവിച്ചത് എന്താണ് എന്നൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. മുഖ്യമന്ത്രി ആ മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് നേരെ വന്ന് വിളവെടുക്കുകയാണ്. രാഷ്ട്രീയ വിളവെടുപ്പ് ഇപ്പുറത്തെ പ്രതിപക്ഷം നല്ല രീതിയിൽ നടത്തുന്നത് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ടാകണം. അതനുസരിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാകുമോ? അജിത് കുമാർ തെറിക്കുമോ? റോഷിപാൽ, സൂര്യ ഒരുപക്ഷെ ഉറ്റുനോക്കുന്നത് ആ ഒരു തീരുമാനമാണ്. കാരണം ഈ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസിൽ, മലപ്പുറത്ത് ഉൾപ്പെടെ പോലീസിൽ വലിയൊരു അഴിച്ചുപണി കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. SP സുജിത് ദാസിനെ ആദ്യം മാറ്റി പത്തനംതിട്ടയിൽ നിന്നും
അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നലെ ഡിവൈഎസ്പി മുതൽ മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ അവിടെ നിന്നും ഇളക്കി പ്രതിഷ്ഠിക്കുന്നത്. അതിൽ ആരോപണ വിധേയനായ ഡിവൈഎസ്പി വി വി ബെന്നി, അതിന് പുറമെ മലപ്പുറം എസ് പി ശശിധരനെ അടക്കം മാറ്റിക്കൊണ്ട് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ സർക്കാർ അൻവറിനൊപ്പമുണ്ട് എന്ന സന്ദേശം നൽകുകയായിരുന്നു. മാത്രമല്ല, അതിന് പിന്നാലെയാണ് അൻവർ ഇന്ന് മുഖ്യമന്ത്രിയെ കാണാനുള്ള തീരുമാനം മാറ്റിയത്. സർക്കാർ നടപടിയെടുക്കുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കണ്ട് തെളിവുകൾ കൈമാറുക എന്ന ഒരു തീരുമാനത്തിലേക്ക് അൻവർ എത്തിയതാണ്. ഏതായാലും ഇനി ADGP MR അജിത് കുമാറിനെ മാറ്റും എന്ന റോഷിപാൽ, സെക്രട്ടേറിയറ്റിലെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ LDF യോഗത്തിലാണ് കൂടുതൽ ചർച്ചകൾ നടക്കാൻ പോകുന്നത്. CPIയുടെ മന്ത്രിമാരൊക്കെ വിളവെടുക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്നു. കൃഷിമന്ത്രി അടക്കം CPIയുടെ കൈവശമുള്ള വകുപ്പാണല്ലോ കൃഷി വകുപ്പ്. CPIയുടെ മന്ത്രിമാരൊക്കെ മന്ത്രിസഭാ യോഗത്തിൽ പാർട്ടിയുടെ നിലപാട് വ്യക്തമായി തന്നെ പറഞ്ഞോ, MR അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്ന് ശക്തമായി ആവശ്യപ്പെട്ടോ? അതൊക്കെയാണ് അറിയേണ്ടത്. എന്തായാലും വിളവെടുപ്പ് സമയത്ത് മുഖ്യമന്ത്രിയും CPIയുടെ മന്ത്രിമാരും ഒക്കെ വലിയ സന്തോഷത്തിൽ തന്നെയാണ്. അവിടെ തക്കാളിയും വഴുതനയും ഒക്കെ പറിക്കുന്നത് കണ്ടത് വലിയ സന്തോഷത്തോടെയാണ്. എല്ലാവരും കുശലം പറഞ്ഞൊക്കെ സെക്രട്ടേറിയറ്റിലെ പച്ചക്കറി കൃഷി നടക്കുന്ന സ്ഥലത്ത് നിന്ന് തിരിച്ചു വരുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. റോഷിപാൽ, മന്ത്രിസഭാ യോഗത്തിൽ എല്ലാവരും ചേർന്നൊരു തീരുമാനത്തിലെത്തിയെന്നാണോ അതിന്റെ സൂചന? അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, ഇന്ന് LDF യോഗം നടക്കുമ്പോൾ ആ യോഗത്തിൽ CPI പൊതു ഇടത്തിൽ സ്വീകരിച്ച അതേ നിലപാട് സ്വീകരിക്കുകയും സർക്കാരിനെതിരെ ADGP MR അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ, ADGP RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച, അതിലുള്ള രാഷ്ട്രീയ നിലപാട് അത് CPM-ലുള്ള അല്ലെങ്കിൽ സർക്കാരിനുള്ള രൂക്ഷ വിമർശനമായി മാറും. ആരോപണങ്ങൾ ഉയർന്നിട്ടും അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടും എന്തുകൊണ്ട് ADGP-യെ മാറ്റുന്നില്ല, അല്ലെങ്കിൽ ADGP-ക്ക് ആരാണ് സംരക്ഷണം ഒരുക്കുന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ അത് പൊതുവിടത്തിൽ വിശ്വമടക്കം ഉയർത്തുന്നു. ADGP-ന്റെ സംസ്ഥാന അധ്യക്ഷൻ ഉയർത്തുന്നു. അത് പ്രതിപക്ഷം ഏറ്റെടുക്കുന്ന സാഹചര്യം. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ LDF യോഗത്തിലും സമാനമായ വിമർശനം ഉയർന്നേക്കുമെന്ന ആശങ്ക സർക്കാരിനുണ്ട്.